ഈ ട്വിസ്റ്റ് ഈസ് ബിക്കോസ് എനിക്ക് ഒരു കപ്പിൾ ഓഫ് വീക്സ് മുമ്പ് പനി പിടിച്ചു. ആ പനി എന്നെ തളർത്തി കളഞ്ഞു. എനിക്ക് ഈ ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ വിത്തിൻ ലൈക്ക് ഒരു 3 വർഷങ്ങൾ, ഒരു 3 to 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺ ആവറേജ് എൻ്റെ ബോഡിയുടെ സെറ്റ് പോയിൻറ്റ് വാസ് അറൗണ്ട് 160 pounds. ആ 160 pounds നിന്നിട്ട് 170 pounds, ലൈക്ക് 150 to 160 pounds ബൗൺസ് ചെയ്ത് കളിക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് 170 to 180 ബൗൺസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ കാലമായിട്ട് 175 സ്റ്റക്കാണ്. പിന്നെ ഈ പനി കൂടെ ആയപ്പോഴത്തേക്കും ടു ബി എക്സാക്ട്ലി 178.3 എത്തിയിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ അകത്ത് തകർന്നു പോയി. ഞാൻ പറഞ്ഞു ഓക്കെ, ദിസ് ഈസ് ദ ടൈം ടു ലോക്ക് ഇൻ. എനിക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴേ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ട് കുറേ റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഒരു 3 ഞാൻ ഒരു പീരിയഡൈസേഷൻ ഉണ്ടാക്കി. ആ ഒരു ചെറിയ സൈക്കിൾ, 3 ആഴ്ചത്തെ ഒരു മൈക്രോ സൈക്കിൾ, അതിൽ ഞാൻ കൂടുതൽ കാർഡിയോ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ എൻ്റെ ഒരു ദിവസം പോകുന്നത് മേ ബി അറൗണ്ട് ലൈക്ക് 45 to an hour ലോങ് കാർഡിയോ. അതിൽ തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഏർലി വീക്കിൽ തന്നെ ഏതാണ്ട് 400 to 500 കാലറീസ് എനിക്ക് ബേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഇത് എസ്റ്റിമേറ്റ് ആണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് യു ആർ ബേണിങ് മോർ കാലറീസ് ദാൻ ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. ഇപ്പോൾ എൻ്റെ ഗോൾ അതാണ്. അത് ഒപ്റ്റിമൽ ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പിന്നെ ഞാൻ 2 ദിവസങ്ങളിൽ കോമ്പൗണ്ട് ലിഫ്റ്റുമാണ് ആദ്യം പ്ലാൻ ചെയ്തത്. ഓക്കെ, 45 minutes കാർഡിയോ ചെയ്യുക, 45 അല്ലെങ്കിൽ 1 hour കാർഡിയോ ചെയ്യുക, എന്നിട്ട് 2 കോമ്പൗണ്ട് ലിഫ്റ്റായിട്ട് ആ ഒരു ദിവസത്തെ പരിപാടി തീർക്കുക. പക്ഷേ ഇപ്പോൾ ഐ എം ലൈക്ക് ഞാനത് റിവൈസ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വുഡ് ബി ബെറ്റർ ഞാൻ ഒരു ആഴ്ച 7 ദിവസമായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, ആഴ്ച 7 ദിവസമാണ്, പക്ഷേ 7 ദിവസമായിട്ട് ഞാൻ കണക്കാക്കുമ്പോൾ ഞാനൊരു 2 ദിവസം ഡെഡിക്കേറ്റഡ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ ലിഫ്റ്റിങ്ങിൽ തന്നെ ഞാൻ കോമ്പൗണ്ട് ലിഫ്റ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഒരു മസിൽ ഗ്രൂപ്പിലേക്കും പോകുന്നില്ല. ജസ്റ്റ് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം എപ്പാർട്ട്, ലൈക്ക് നോട്ട് സാറ്റർഡേ ആൻഡ് സൺഡേ അല്ലെങ്കിൽ മൺഡേ ആൻഡ് ട്യൂസ്ഡേ, ഞാൻ ചിലപ്പോൾ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഇടവിട്ടിട്ട് ആ ഒരാഴ്ചയിൽ തന്നെ 2 ദിവസം കോമ്പൗണ്ട് ലിഫ്റ്റിങ്ങും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ കാർഡിയോയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ബോഡി ടൈപ്പ് അനുസരിച്ച് ഫാറ്റ് ഗെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മസിൽ ബിൽഡ് ചെയ്യാം, പക്ഷേ അതിനൊരു എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് അച്ചീവ്മെൻ്റ് എന്നുള്ളത് ലീൻ ആവുക എന്നുള്ളത്. സോ വൺസ് ഐ ഗെറ്റ് ദാറ്റ് പോയിൻറ്റ്, ഞാൻ ഈ 3 ആഴ്ചയിൽ എയിം ചെയ്യുന്നത് 165. 165 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ അറൗണ്ട് ലൈക്ക് 10 pounds ലൂസ് ചെയ്യണം. 10 pounds ലൂസ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്കറിയില്ല അത് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന്, ലൈക്ക് ആ ഒരു സംഭവം, പക്ഷേ ഐ വിൽ ട്രൈ. അപ്പോൾ അത് അത്രയും പൗണ്ട്സ് ലൂസ് ചെയ്യുക എന്നുള്ളത് ഹെൽത്തി ആയിട്ടും ഞാൻ കണക്കാക്കുന്നില്ല. എന്നിരുന്നാലും ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് എവിടെ ചെന്നെത്തും അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എവറി ഡേ ഇൻ ദ മോർണിംഗ് ഫാസ്റ്റഡ് വെയിറ്റ്. അപ്പോൾ അത് എവിടെ ചെന്നെത്തും നോക്കാം. ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഇംപ്രൂവ്മെൻറ്റ്സ്. എൻ്റെ ഡയറ്റ് ഇപ്പോൾ ക്ലീനാണ്, വെൽ ഡിസിപ്ലിൻഡ് ആണ്. വൺസ് ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് പുഷ് പുൾ ലെഗിലേക്ക് തിരിച്ചു പോകും. മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഹൗ മൈ വർക്കൗട്ട് ഈസ് ഗോയിങ് ഓൺ റൈറ്റ് നൗ. അതാണ് എൻ്റെ പ്ലാൻ. ഇനി മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ വഴിയെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സ്റ്റേ ട്യൂൺ. താങ്ക്സ്.